ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊട്ടാരക്കര മീൻപിടിപ്പാറയിലേക്കാണ്. എൻ്റെ രാവിലെ ഞാനും കല്ലൂസും പൊന്നൂസും ചേച്ചിയും ആഷ്നയും മിച്ചൂസും എല്ലാവരും റെഡിയാണ് കേട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഒന്നിൽ ഞാനും ആഷ്നയും മിച്ചൂസും കയറി. മിച്ചൂസിന് എൻ്റെ കൂടെ വരാൻ തീരെ താല്പര്യമില്ല. അവൻ ചേച്ചിയുടെ കൂടെ പോകാനാണ് കേട്ടോ അവനിഷ്ടം. മിച്ചൂസിൻ്റെ ഞങ്ങൾക്ക് സങ്കടമായിട്ട് പാതി വഴിക്ക് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കേട്ടോ. എൻ്റെ കൂടെ പിന്നെ പിള്ളേർ സെറ്റ് വന്നു. മിച്ചൂസും ആഷ്നയും കൂടെ ചേച്ചിയുടെ കൂടെ പോയി. പോകുന്ന വഴിക്ക് മൊത്തം അവൾ സെൽഫി എടുപ്പും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി കേട്ടോ. ചെറിയ കയറ്റവും ഇടവഴിയൊക്കെ ഉണ്ട്. അതിലേക്ക് കയറിപ്പോയി. മീൻപിടിപ്പാറയുടെ ബോർഡൊക്കെ കിട്ടി. അതിലെ താഴോട്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഇറക്കത്തിൽ ചെന്ന് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് പിള്ളേർ സെറ്റ് 2 എണ്ണം കൂടി തുടങ്ങി കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. വലിയവർക്ക് 20 രൂപയും കുഞ്ഞു പിള്ളേർക്ക് 10 രൂപയുമാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എടുത്താൽ മതി കേട്ടോ ടിക്കറ്റ്. നമ്മൾ നേരെ ഒരു ചെറിയ പാർക്കിലോട്ടാണെന്ന് വെച്ചാൽ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. മിച്ചൂസിനെ ഇറക്കി നിർത്തി. മിച്ചൂസ് എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ലാതെ വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ആളിട്. പിന്നെ വന്ന് ചേച്ചി അവനെ പിടിച്ചോണ്ട് പോവാണ്. ആ സമയത്ത് കല്ലൂസും പൊന്നൂസും കൂടി വേണ്ട ഊഞ്ഞാലെ കയറി. പൊന്നൂസ് അഭ്യാസം കാണിച്ച് മൂക്കും കുത്തി താഴെ കിടക്കാൻ തുടങ്ങി. പിന്നെ അവളെ അവിടെ നിന്ന് മാറ്റി ആഷ്നയും മിച്ചൂസും കൂടെ കയറിയിരുന്നു കേട്ടോ. അന്നേരം പിന്നെ പൊന്നൂസ് കല്ലൂസിൻ്റെ കൂടെ പോയി. അവരിങ്ങനെ എനിക്കും ചേച്ചിക്കും കുശുമ്പ് കയറി കേട്ടോ. പിന്നെ അവരെ മാറ്റിയിട്ട് ഞങ്ങൾ 2 കയറിയിരുന്ന് ആടി കേട്ടോ. ഊഞ്ഞാൽ കെട്ടിയപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ആടാൻ തുടങ്ങി. ചേച്ചി പതുക്കെ ഇരിക്കണം. എൻ്റെ ആട്ടം കണ്ടിട്ട് ചേച്ചിക്ക് പേടിയാണ്. അവിടെ നിന്ന് മാറി എൻ്റെ അടുത്തടുത്ത് പോയി. ഇതെന്തോ ഇത് ഊഞ്ഞാൽ പോലൊക്കെ തന്നെയാണ്. എല്ലാവരും കൂടി ഇതിൻ്റെ മണ്ടേ കയറി ഇരുന്നിട്ട് ആരാട്ടും എന്നുള്ള കാര്യം മാത്രം ഞങ്ങൾ ഓർത്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ മണ്ടയിലോട്ട് കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്ന് എല്ലാത്തിൻ്റെയും കൂടെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ അവസാനം ചേച്ചിയാണെങ്കിൽ ഒരു കാല് വെളിയിലിട്ടിട്ട് ആടാൻ തുടങ്ങിയേ. അങ്ങനെ കുറേ നേരം നമ്മൾ അതിനകത്തായിരുന്നു. അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. കുറേ ആയപ്പോഴത്തേക്ക് വേറെ കൊച്ചു പിള്ളേരൊക്കെ വന്നപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് ഇറങ്ങേണ്ടി വന്നു. അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 2 എണ്ണം കൂടെ ദേണ്ടടാ ഓടുന്നു. എങ്ങോട്ടാണോ എന്തോ. അങ്ങനെ മിച്ചൂസിനെ അവിടെ ഇറക്കി വിട്ടു. മിച്ചൂസ് നടക്കുകയാണ് കേട്ടോ. മിച്ചൂസ് വലുതായിട്ട് നടക്കത്തൊന്നും ഇല്ല, എന്നാലും ആളുടെ നടത്തം കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ആദ്യം പോയ 2 എണ്ണത്തിനെ കാണാനില്ല. ഞാൻ അവരുടെ പുറകെ പിന്നെ പോയ സമയത്ത് താഴെ വേറൊരു പാർക്കുണ്ടായിരുന്നു. 2 കൂടെ അവിടെ ആയിരുന്നേ. കല്ലു നേരെ പോയി ഊഞ്ഞാലിലോട്ട് കയറുവാണേ. ഊഞ്ഞാലെ കയറിയ സമയത്താണ് പൊന്നൂസ് പുറകെയില്ല, അവൾ വേറെ റൈഡിൽ കയറിയെന്ന് കണ്ടത്. പിന്നെ ഊഞ്ഞാല് കളഞ്ഞിട്ട് അവിടെ കൂടെ കയറാൻ തോന്നുന്നു. 2 കൂടെ പിന്നെ ആ റൈഡിൽ കയറി കളിക്കുമായിരുന്നു കുറച്ച് നേരം. 2 പേരും കൂടെ അടി ഉണ്ടാക്കാതിരുന്ന ഭാഗ്യം. ഇവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല കേട്ടോ. എപ്പോഴാണോ അടി ഉണ്ടാക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. ആ സമയത്ത് ഞാൻ പിന്നെ മിച്ചൂസിനെ കൊണ്ട് വേറൊരു റൈഡിൽ കയറി കേട്ടോ. താറാവാന്നോ മയിലാണോ എന്തോ ഒരു സാധനം, അതിലോട്ട് കയറി. അവനാണെ വലിയ താല്പര്യമൊന്നുമില്ല. അവനിങ്ങനെ ഇറങ്ങി നടക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്തെ ആളെ എൻ്റെ കൈ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുവാണേ. അവനെങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. എൻ്റെ കയ്യിലിരുന്ന് കുറേ ഞെള്ളുവിരിയുണ്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങ് ഇറക്കി വിട്ടു. അവിടുത്തെ കളി കഴിഞ്ഞ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പുറത്തൂടെ ആൾ വേണമെന്നുള്ള കാര്യം കക്ഷിക്ക് ഓർമ്മ വന്നത്. പിന്നെ കല്ലൂസിനെ അവിടെ കിടന്ന് വിളിക്കുമോ. കല്ലൂസിനെ കാണാനില്ല. അപ്പുറത്ത് വേറെ എവിടെയൊക്കെ ഓടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലൂസ് വന്നു. കല്ലൂസ് വന്നു കഴിഞ്ഞിട്ടാണ് പ്രശ്നമായത്. പൊന്നൂസിന് ഒരുവിധമൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കല്ലൂന് പറ്റുന്നില്ല. പൊങ്ങിക്കഴിഞ്ഞാൽ കാല് കൃഷിയുടെ താഴെ എത്തുന്നില്ല. കാലെത്തിയാലല്ലേ ഞങ്ങൾക്ക് താന്നു വരാൻ പറ്റത്തുള്ളൂ. അതേല അവസ്ഥയായിരുന്നു. പൊന്നൂസ് തന്നെ 2ഉം ചെയ്ത് അവളെ കുറേ നേരം അതിലെത്തി കേട്ടോ. ഇത് കുറേ നേരം നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മിച്ചൂസ് ആണെങ്കിൽ നടന്ന് അവിടെ വീഴുന്നു, ഇവിടുന്ന് വീഴുന്നു, മണ്ണ് വാരുന്നു. എന്നാലും അതൊന്നും കക്ഷിക്കൊരു പ്രശ്നമേ അല്ല. എന്നാലും പോവും. എന്തൊക്കെയോ വന്ന് പൊക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണെന്നൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഇതൊന്ന് പൊക്കി നോക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര മൽപ്പിടുത്തം അവിടെ കിടന്നു. അതിനിടയ്ക്ക് ആഷ്ന ഭയങ്കര സെൽഫി എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും കൂടെ പോയി. പിള്ളേർ സെറ്റിനെ ഒന്നും വിളിച്ചിട്ട് അവളുമാർ വരത്തില്ല. അവർക്ക് കളി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ എല്ലാം വീഡിയോ എടുക്കും, സെൽഫി എടുക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഒരു വഴി കണ്ട് അതിലേ പോയേ. ഇവിടെ അരുവ് പോലെ ഒഴുകുന്നതുണ്ട്. ഇതിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ടാണ് കേട്ടോ എല്ലാവരും കളിക്കാനൊക്കെ വരുന്ന വെള്ളച്ചാട്ടം പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇത് അതിൻ്റെ താഴത്തെ ഭാഗമാണ്. ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ. മറ്റടുത്ത് നല്ല രസമുണ്ട് കാണാനും. അങ്ങനെ പിള്ളേർ സെറ്റ് വഴക്കായിരുന്നു ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറക്കിയൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ചെറിയ തൂക്കുപാലം പോലെ ഉണ്ടായിരുന്നു. അതിലേ വന്നു. തൂക്കുപാലത്തിൽ നിന്ന് നമുക്ക് മീനും ഒക്കെ കാണാൻ പറ്റും. കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ.
ദേ ഇത് കണ്ടോ, രണ്ടുപേരും കൂടെ പിണങ്ങി നിൽക്കുവാണ്, വെള്ളത്തിലിറക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. ലൂസ് പരാതിയൊക്കെ പറയുന്നുണ്ട്, പൊന്നൂസ് പിണങ്ങി തന്നെ ചിണുങ്ങി നിൽക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിധമൊക്കെ സമാധാനിപ്പിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. അതിൽ കുറേ പേര് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നോക്കി രണ്ടുപേരും കൂടെ നിൽക്കുക. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ ബഡ്ജറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറക്കല്ലേ കൂട്ടുകാരെ.